ഇവിടെ മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. നനഞ്ഞു നിന്ന് അഭിനയിക്കാം. അടുത്തോട്ടേ കാണാം. ഇത് കട്ടാണ്. പാന്റ് ഇട്ടിക്കുന്ന അടിയില് അത് ഒരു സപ്പോർട്ടിന് പാവടിട്ട് അഴിഞ്ഞു ഇളകി. അമ്പൂന് ഇളകി കേസ്. അമ്പൂന് ഇളകി. അതെ ചെരുപ്പ് പൊട്ടൽ ഇത് കാണണം നിങ്ങൾ. പുറത്ത് വിടാനോ പാടില്ല, പക്ഷെ വ്ലോഗ് എടുക്കാം. വെള്ളം വെള്ളം അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മളീ പോകുന്നത് കൊച്ചിയിലോട്ടാണ്. അവിടെ എനിക്ക് ചെറിയൊരു ഷൂട്ടിംഗ് പരിപാടി ഉണ്ട്. ഈ ബുക്ക് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വായിക്കാൻ കൊള്ളാത്തോണ്ടോ അതിലുള്ള മൂഡില്ലാത്തോണ്ടോ അല്ല ഗേസ്, സമയം കിട്ടാറില്ല, അതാണ് സത്യം. പിന്നെ ഈ പുള്ളി ഓർമ്മയുണ്ടോ? ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ടല്ലോ, പിന്നെ ബോറടിക്കത്തില്ല. അങ്ങനെ കയ്യിൽ കരുതിയതാണ് ഈ ബുക്ക്. പിന്നെ ട്രെയിനിലായാലും ബസ്സിലായാലും ഈ സൈഡ് സീറ്റ് എന്നും എനിക്കൊരു വികാരമാണ്. പിന്നെ പണ്ട് ഈ വീട്ടുകാരുടെ ഒപ്പം ട്രെയിനിൽ പോകുമ്പോൾ ഈ ട്രെയിൻ ഫുഡ് അവർ വാങ്ങി തരത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ വലിയ കൊതിയായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ആ സാധനം വാങ്ങി കഴിക്കാറുള്ളൂ. പിന്നെ എപ്പോഴും ഈ ട്രെയിനൊരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ എത്തുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് റെഡി ആയിരിക്കുമ്പോഴായിരിക്കും ലാസ്റ്റ് മിനിറ്റ് ഇതിന്റെ ഒരു പിടിച്ചെടുത്ത്. പക്ഷെ ഇത്തവണ മഴ കൂടെ പെയ്തത് കാരണം വലിയ ബോറടി ഉണ്ടായില്ല. ട്രെയിൻ പ്ലസ് മഴയൊക്കെ നമ്മുടെ ഒരു വികാരമാണല്ലോ. ഏത് അങ്ങനെ ഏകദേശം ഒരു 4 മണിക്കൂർ ട്രാവൽ ചെയ്ത ശേഷം ഞങ്ങൾ കൊച്ചി എത്തി. ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം 2 വീരന്മാർ കൂടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൊച്ചി എത്തി. കൊച്ചി യെസ്. ഐശ്വര്യം എന്ന് പറയട്ടെ, വന്നിറങ്ങിയപ്പോ തന്നെ എന്റെ ചെരുപ്പ് അങ്ങ് പൊട്ടി ഗൈസ്. ഇനി ഞാൻ എങ്ങനെ നടക്കുവോ എന്തോ. പിന്നെ നമ്മളൊരു ഊബർ എടുത്ത് നേരെ റൂമിലോട്ട് എത്തി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. മറ്റൊരിടത്തുമല്ല, നമ്മുടെ ഡയറക്ടർ സാറിന്റെ റൂമിലാണ്. ബാക്കി ഗാങ്സ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായി ഗൈസ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങളുടെ ഊബർ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറന്റ് പറഞ്ഞിരുന്നായിരുന്നു. അവിടുന്ന് നല്ലോണം ഫുഡൊക്കെ തട്ടിയിട്ട് നമ്മൾ നേരെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞിടത്തോട്ടാണ്. നമ്മുടെ ഡയറക്ടർ സാറിനെ എങ്ങനെയും കാണാം. അവിടെ ചെന്നപ്പോൾ ഒരു ഇൻസ്റ്റാ ലൈവിലായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടി അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ചില്ലടിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ റൂമിലോട്ട് വന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2 പടയാളികൾ കൂടെ ഉണ്ട്. ചെസ് നമ്പർ 1 ഇതാണ്. ചെസ് നമ്പർ 2 എവിടെ? കമൺ കുട്ടാ, ദേ അതാണ് ചെസ് നമ്പർ 2. അങ്ങനെ ഞങ്ങൾ 3 കൂടെ കുറേ നേരം നുണയൊക്കെ പറഞ്ഞിരുന്നപ്പോ ഒരു 1:30 മണിയായപ്പോ നല്ല വിശപ്പ്. പിന്നെ ഇവരുള്ളപ്പോൾ എന്തിനു പേടിക്കുന്നു? സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി വരെ ഉള്ള ആൾക്കാരാടാ. അങ്ങനെ ഞങ്ങൾ നല്ല ചപ്പാത്തിയും ബീഫ് ഫ്രൈയും വാങ്ങിച്ച് 3 പേരും കൂടെ ഒരു പിടി പിടിച്ചു. ഏതാ റെസ്റ്റോറന്റ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ബീഫ് ഫ്രൈ അതൊരു രക്ഷയില്ലായിരുന്നു. പൊളി സാധനം. അപ്പൊ അന്നത്തെ ദിവസം അതും കൂടി കഴിച്ച് ഗുഡ് നൈറ്റ് ആയി ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. എവിടെ നോക്കുക. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റോ. ഇനി നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാണ്. Guys, say hi. 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 Yes, മഴയാണ്. അതിനായിട്ട് നമ്മളെ നോക്കിയത് ഇയാൾ കുറയ്ക്കുന്നുണ്ട് ഗൈസ്. പിന്നെ മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. നമസ്തേ. ഹായ്. കാറിലിരുന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഗൈസ്. വയ്യ.
അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ദേ ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയോ? നമ്മുടെ ഫാലമി ഫിലിമിൽ ബേസിലിന്റെ മുത്തശ്ശനായിട്ട് അഭിനയിച്ചത് ഈ മുത്തശ്ശനാണ്. ആദ്യം ഔട്ട്ഡോർ സീൻസ് ആണ് പ്ലാൻ ചെയ്തത്, പക്ഷെ മഴ കാരണം അതങ്ങോട്ട് നടന്നില്ല. പിന്നെ നർക്ക് കറങ്ങി തിരിഞ്ഞു വന്നത് എന്റെ അടുത്തോട്ടാണ്. ഫസ്റ്റ് ഷൂട്ട് എന്റെ ആയിരുന്നു. ഞാനാണെങ്കിൽ റെഡിയായി തുടങ്ങിയത് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷടപടേ എങ്ങനെയൊക്കെ റെഡിയായി. പിന്നെ തലേ ദിവസം 3 കൂടി ഉറങ്ങാണ്ട് നോണം പറഞ്ഞിരുന്നതിന്റെ ഹാങ് ഓവറും ഉണ്ടായിരുന്നേ. ആകെപ്പാടെ 2 മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടിയത്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, ഫസ്റ്റ് ഷോട്ട് എന്റെ ആണ്. ഈ വീടൊരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ആംബിയൻസ്, സൂപ്പർ. വേണ്ടോ, ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്, ഓടി നടന്നെടുക്കാം. നമ്മുടെ രേഖാചിത്രം ഫിലിമിൽ ആസിഫ് അലിയുടെ വീടായിട്ട് കാണിക്കുന്നില്ലേ, ആ വീടാണ് ഈ വീട്. എന്റെമോ ഒരു രക്ഷയില്ല. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അവർ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിലും ചെടികളും പാടവും ഒക്കെയാണ്. ഇനി ഇൻഡോർ കയറി കഴിഞ്ഞാൽ ഫുള്ളൊരു എസ്തെറ്റിക് ടച്ച്. പക്ഷേ ഇതിന് ഏകദേശം 45 വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് അവര് നമ്മളെടുക്ക പറഞ്ഞത്. കുറച്ച് റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴയത്താണ് നമ്മുടെ ഷോട്ട്. നനഞ്ഞു നിന്ന് അഭിനയിക്കാം. ഹായ് 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 പറയൂ. ഇവിടെ ഹായ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ. അത് ചെക്കൻ്റെ അമ്മ. ചെക്കൻ്റെ അമ്മ ഹായ് പറയൂ. ഇത് നമ്മുടെ അമ്മ. അമ്മ പിന്നെ ഈ സാധനം കണ്ടപ്പോ എന്റെ കിളി പോയി ഗൈസ്. നമ്മുടെ വീട്ടിലും ഉണ്ട് ഫ്രിഡ്ജ്. ഇതെല്ലാം അവര് ട്രാവൽ ചെയ്ത കൺട്രീസിന്റെ മാഗ്നറ്റ്സ് ആണ്. ഇവിടെ നിറയെ ക്യൂട്ട് സാധനങ്ങളാണ്. ഞാൻ മിക്കവാറും ഇതെല്ലാം കൊണ്ടുപോടും ഗൈസ്. വരുത്തായിട്ടുള്ളൊരു അസോസിയേറ്റ് ആണ് നമുക്കുള്ളത്. വിജയിക്കാണ്ടിരിക്കോ പിന്നെ അല്ലേ? യെസ്. ഇത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ ഫുൾ ക്യൂട്ട് സാധനങ്ങളാണ് ഗൈസ്, ഫുൾ ഓഫ് ക്യൂട്ട് തിങ്സ്. കണ്ടോ, ഇതൊക്കെ അടിപൊളിയല്ലേ. പിന്നെ കുറേ എസ്തെറ്റിക് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടോ, പാരീസ് അല്ല സോറി ഈഫിൽ ടവർ കണ്ടോ. ഉറക്കം വന്നിട്ട് ഉറങ്ങി ചത്തിരിക്കുവാണ് ഗേസ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. തറയെങ്കിൽ തറ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാ പോരെ. സൂപ്പർ ഗായ്സ്, നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. റൂമിലെത്തിയില്ല, ഇതാണ് നമ്മുടെ റൂമിലെത്തി. ഇന്നലെ റൂമിലെത്തിയ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തീർക്കുകയാണ്. ആക്ച്വലി ചത്തിരിക്കുമോ, ക്ഷീണമുണ്ട്, നല്ലോണം ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങണം. നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. കട്ടിയോ ഗൈസ്, ഇത് കട്ടാണ്. നിങ്ങൾ അടുത്തോട്ടേ കാണാം. ഇത് കട്ടാണ്. സുന്ദരി. അതെ, കണ്ടൊരു മോഡലിന്റെ ലുക്കില്ലേ, നമുക്ക് കറക്റ്റ് ബോളിവുഡ് നടി. അല്ല, ഗുഡ് മോർണിംഗ് ബൈ അല്ല, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഡേ 2 ആണ്. ഡേ 3 ആണ് ഇൻ കൊച്ചി. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്യുക. പിന്നെ ഈ ലൊക്കേഷനിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഇന്ന് പോണോ നാളെ പോണോ എന്നുള്ളത്. അതെ, മിക്കവാറും വീണ്ടും എങ്ങോട്ടെങ്കിലും പോകേണ്ടതായി വരുന്നതാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പൊ നമുക്ക് പോകാം. ഇവിടെ ഒരുപാട് മിറേഴ്സ് ഉണ്ട് ഗൈസ്. ഇങ്ങനെ വീട്ടിൽ വെക്കണം, അപ്പോഴേ അടിപൊളിയാവുള്ളൂ. വീട്ടിൽ ഇങ്ങനെ ഒരു ചെയിൻ ആണല്ലേ. അച്ഛൻ ഇത് കേൾക്കണം. എനിക്ക് വീട്ടിൽ ഇതുപോലെ നിറയെ മിറേഴ്സ് കാണും അച്ഛാ. കേട്ടോ, നമുക്ക്
അതെ, ബുദ്ധിമുട്ട് കാരണം മുഖത്ത് നോക്കി വീണ്ടും പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ബ്ലോഗിൽ പറയുന്നു എനിക്ക് ഇങ്ങനത്തെ കണ്ണാടി വീട്ടിൽ വേണം. അപ്പോഴേ ബ്ലോഗ് എടുക്കാൻ ഒരു രസമുള്ളൂ. നോക്കി അടിപൊളിയായിട്ടില്ലേ? ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തു നോക്കി. അപ്പോ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ലൊക്കേഷനിലോട്ട് പോവാണ്. പോകുന്ന വഴി നമുക്ക് രണ്ടുപേരെ കൂടെ എടുക്കാനുണ്ട്. ഇവരാണ് ആ രണ്ടുപേർ. അങ്ങനെ ഇവരെ എടുത്ത് ഒരു വണ്ടി നിറയെ ആൾക്കാരുമായിട്ട് നമ്മൾ ലൊക്കേഷനിലെത്തി. കുട്ടി മേക്കപ്പിന് ഇരിക്കുകയാണ്. ഇനി ഞാൻ സുന്ദരിയായിട്ട് വരും. മോസ്റ്റ് ടാലന്റഡ് പേഴ്സൺ ഓൺ മൈ സെറ്റ്. നോക്കട്ടെ, നിങ്ങളുടെ യൂട്യൂബിന്റെ ചാനലിന്റെ ഓണർ അശ്വതി കുട്ടി ഒരുങ്ങുന്ന പ്രമാണിച്ച് ഞങ്ങൾ കുറച്ച് പട്ടിഷ കാണിക്കാൻ വിചാരിച്ചു. എന്താവണോന്ന് ആരുടെ വയറിൽ? ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ കഴിക്കുന്നു. എന്താണ് നിങ്ങൾ കഴിക്കുന്നത്? ഇടിയപ്പം കടലക്കറി. ഉഴുന്ന് വട. How is it? Chaya. Not green tea. Okay, green tea. You prefer only green tea, right? No, we use only cotton chai. മഴയില്ലാത്ത നേരം മാത്രമേ നമുക്ക് ഔട്ട്ഡോർ സീൻസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എടുത്ത് തീർത്താൽ തന്നെ മൊത്തത്തിലൊരു സമാധാനമാണ്. ഇൻഡോർ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാമല്ലോ. ക്ലൈമാക്സിന്റെ മുൾമുനയിൽ അല്ലേ, നമ്മൾ മുൾമുനയിലാണ് നമ്മൾ. അതെ, ഡയറക്ടർക്ക് പൊട്ടു വെച്ചെടുക്കുന്ന നായിക. എന്താ ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. നടക്കട്ടെ. എങ്ങനെ വരയ്ക്കണം? വട്ടത്തിൽ എന്താടാ ഇവിടെ? എടി എല്ലാ ദേഷ്യം തീർത്തോ പൂജ? എടി അതെ, ഇങ്ങനെ ഡാൻസിനൊക്കെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഡാൻസിനൊക്കെ ഇങ്ങനെ അതെ. പാവച്ചിയായിട്ടുണ്ട്. ഒറ്റ ഉച്ചയിൽ വീണ് ബാലരാമപുരം ബ്ലോഗർ ആശുപത്രി. സോനു ചേട്ടനെ അതിനു വേണ്ടിയാണ് ഇരിക്കണ, മനസ്സിലായില്ലേ? ആ സൂത്രം കാണിക്കാൻ അയ്യോ, ഇത് കൊറേ കഴിഞ്ഞിട്ടില്ല. ഏത് 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 ഡയറക്ടർ ഇരുന്ന് കൊടുക്കല്ലേ? ഇതെന്റെ വലിയ ബ്ലാക്ക് ബോർഡ്. എന്റെ ഫേസ്ബുക്കിൽ ഇല്ല. ഇത് പാസ്പോർട്ടില്. അതെ അതെ, പുരുഷന്റെ അനുഗ്രഹിക്കണം. ഓ, നീ എങ്ങനെ വെച്ചത്? ഇത് ജനലിന് വേണ്ടിട്ടല്ല. അല്ല, അനുഗ്രഹം അനുഗ്രഹം. ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ മുമ്പ് ഇങ്ങനെ ചെയ്യും. അതെ, അല്ല 52 ഇങ്ങനല്ല. ഇത്രയും ചന്തം, ഇത്രയും ചന്തം. കണ്ണിനെ മാറ്റി അസിസ്റ്റന്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറില്ലെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് നോക്കല്ലേ, അതെനിക്ക് നോക്കല്ലേ.
ഇതാണ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, കപ്പ് പ്രൊഡ്യൂസർ, ലേഡി പ്രൊഡ്യൂസർ, യങ് ലേഡി പ്രൊഡ്യൂസർ ശ്രീജു ചെന്നിക്കര. പറയിച്ചൊക്കെ പേര് പറയിക്കുന്നു. ആലോചനകൾ ക്ഷണിക്കുന്നു. വയസ്സ് എത്ര ഏട്ടാ? 26. 26 വയസ്സ്, മൂല നക്ഷത്രം. തെളിവുണ്ട് സോകറെ. ഈ ഒരു സ്ഥലമൊക്കെ രേഖാചിത്രം ഫിലിമിൽ കണ്ടിട്ടുണ്ട്. ചവർ സ്റ്റാർ. അത് നിങ്ങളെ കാണിക്കാൻ വെച്ചാണ് ഞാൻ അത്രയും ഈ വലിയ പാവാടയൊക്കെ ഇട്ട് ഇറങ്ങി പോയത്. പാന്റ് ഇട്ടിക്കുന്ന അടിയില് അത് ഒരു സപ്പോർട്ടിന് പാവാടിട്ട് അഴിഞ്ഞു വീണു. പാക്കപ്പ് ആയിട്ടുണ്ട്. പാക്കപ്പ് ഗൈസ്, ബൈ ബൈ. ഇളകി അമ്മൂനിളകി, അമ്മൂനിളകി ഗൈസ്, അമ്മൂനിളകി. അങ്ങനെ പേക്കപ്പായി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. എല്ലാം കൂടെ അതിൽ തന്നെ. അതെ ഗൈസ്, മഴയാണ് ഗൈസ്, മഴ മഴ മഴ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് ഹോട്ടലുള്ളത്, പക്ഷെ നല്ല അടിപൊളി മഴ. വീണ്ടും ഒരു ചെരുപ്പ് പൊട്ടൽ ഇത് കാണണം നിങ്ങൾ. ഇത് വല്ലാത്തൊരു പൊട്ടലായി പോയി. അതെ, ഇനിയിപ്പോ പോട്ടെ, ഇരുന്ന് കഴിക്കും പൂജ. ഇപ്പൊ എങ്ങനെ വീട്ടിൽ പോവും? ഇങ്ങനെ പോവും. ഓ അതെ അതെ, മറ്റേ സാധനം ഇട്ട് നടക്കാതെ. അതെ അതെ. അതാരായിരുന്നടി? എന്തിനാ ഭാഗ്യ പെപ്സി? എന്തിനാ പെപ്സി? ഭാഗ്യക്ക് ഇതൊരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളാണ്. ടെൻഷൻ വന്ന അപ്പൊ പെപ്സി കുടിക്കണം. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇവളുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ഒരു പെപ്സി കട തുടങ്ങിയത്. പെപ്സിയുടെ മാത്രമായിട്ട് ഷോറൂം ഇവളുടെ വീടിൻ്റെ അടുത്ത്. ടെൻഷൻ ആയാലേ ഏട്ടാ അവക്ക് പെപ്സി കുടിക്കണം ടെൻഷൻ ആണെങ്കിൽ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ഔട്ട്ലെറ്റ് ഇട്ടാനെ. ഏത് നല്ല ബിസിനസ് ആയിരുന്നല്ലേ, നല്ല ബിസിനസ് ആയിരുന്നു ഒരു ഔട്ട്ലെറ്റ്. ഇതുപോലെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയണം കേട്ടോ. ഒരു ഹോട്ടലും ഇവരുടെ പറയാം, ഇവരുടെ ഇവർക്കൊരു ബിസിനസ് ഐഡിയ കൊടുക്കണം. ഹോട്ടലിന് സ്കോപ്പ് ഉണ്ട്. ഹോട്ടലിലോ അതെ. ചേട്ടനെല്ലാം മനസ്സിലായി. ജോസിന് ഒരു നേരത്തെ ആഹാരം നടന്ന് കുറച്ച് കാലം വിചാരിക്കുന്നത്. ജോസ് കഴി, ജോസ് കഴി.
അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി ഗൈസ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും സോണിച്ചേന്റെ വീട്ടിലാണ് സ്റ്റേ, അതായത് നമ്മുടെ ഡയറക്ടർ സാറിന്. അങ്ങനെ രാത്രി തുടങ്ങിയ പല പല ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ തീരുമാനിച്ചു. ഇതിപ്പോ രാത്രി എന്ന് പറയാൻ പറ്റില്ല, കാരണം 4:45 മണിയായിട്ടുണ്ട് സമയം. അങ്ങനെ നീണ്ടൊരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഞങ്ങൾ കളി തുടങ്ങി. വിവരമുള്ളവർ പറയുന്നത് ഇതാണത്ര ഇതിന്റെ റൂൾ എന്നാണ്. അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ ഉറക്കക്ഷീണവും ഉറക്കവും എല്ലാം ട്രൂത്ത് ആൻഡ് ഡെയർ കൊണ്ടുപോയി. ബിസിനസ് ആക്കുന്നുണ്ട്. അതെ അതെ സോറി ഡയറക്ടർ സർ. 8:40 അടിപൊളി കിട്ടിക്കാച്ചി കോലം മോളെ. നമ്മള് വൈറ്റില ഹബിലാണ്. നമുക്ക് ബസ്സിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ട്രെയിൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല കേസ്. ഫുള്ളി ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് എല്ലാം ബുക്കാണ്. അപ്പൊ ഞങ്ങള് ബസ്സാണ് എടുത്തേക്കണേ. സത്യം പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പോവാത്ത വേറെ വഴിയില്ലല്ലോ. അതെ, ഫ്ലൈറ്റ് കിട്ടാത്തത് കാരണം മാത്രം. സാധാരണ ഞങ്ങൾ ഫ്ലൈറ്റിലാണല്ലേ പക്ഷേ കേട്ടോ, എപ്പോഴും ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോവാറ്. പക്ഷേ ഇനിയിപ്പോ ബസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോകും സ്ഥലം എവിടെയെന്ന് കണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഓക്കെ, വരാം, ബൈ. വെള്ളം വെള്ളം വെള്ളം. പിന്നെ നമ്മുടെ ബസ് ഇടയ്ക്ക് പുഴയിലൂടെയൊക്കെ പോയായിരുന്നു കേസ്, ഓരോരോ ഫെസിലിറ്റികളെ. ഇതേക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ കരമാർഗവും ജലമാർഗവും ഒക്കെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും 2 ദിവസം മാറി നിന്നിട്ട് വരുമ്പോ ഇത് കാണുമ്പോ വല്ലാത്തൊരു ഫീലിംഗ്സ് ആണ് ഉള്ളിൽ. അപ്പൊ നമ്മുടെ കൊച്ചി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ലവ് യു ആൻഡ് ബൈ.